ഹലോ മച്ചന്മാരെ, നമ്മുടെ ചാനൽ ലെവൽ ക്രോസ് എന്ന് പറയുന്ന മലയാള ചിത്രത്തിന് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട്. അർഫഫ് അയ്യൂബാണ് ഡയറക്ഷൻ, ആദം അയ്യൂബാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ആസിഫ് അലി, അമലപ്പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവരൊക്കെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗായി വന്നിട്ടുള്ളൂ. 3 കഥാപാത്രങ്ങളെന്ന് വരച്ച് നിസ്സാരമായി തള്ളിയേക്കാണ് ഒരു ചിത്രമല്ല നമ്മുടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രം. ഒരു സൈക്കോളജിക്കൽ ഒരു ഡ്രാമ മൂവിയാണ് വിശേഷം സാധിക്കും. കാരണം വളരെ സ്ലോയിൽ പോകുന്ന ചിത്രം തന്നെയാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രം നമുക്ക് സമ്മാനിച്ചത്. എങ്കിൽ പോലും എവിടേക്കോ അതിൽ നമ്മളെ പിടിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. മികച്ചൊരു ഗൈഡ് തന്നെയാണ്. അർഫഫ് അയ്യൂബ് എന്ന് പറയുന്ന ഒരു മികച്ച ഒരു ഡയറക്ടറുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈനും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് മികച്ചൊരു ആത്മവിശ്വാസം എന്ന് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദം അയ്യൂബ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹത്തിന് വളരെ കുറച്ച് ഡയലോഗ് മാത്രം ചിത്രത്തിലെങ്കിൽ പോലും ആ ഡയലോഗ് ആവശ്യമായ സ്ഥലത്ത് തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ ഡയലോഗൊന്നും വേണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മികച്ചൊരു അറ്റംപ്റ്റ് തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിൽ പ്രകടനം നോക്കി കഴിഞ്ഞാൽ ആസിഫ് അലി എന്ന് പറയുന്ന രഘു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം മികച്ചതാക്കി നിന്നു. കാരണം തിയേറ്റർ വിട്ടിറങ്ങുമ്പോഴും രഘു എന്ന് പറയുന്ന ആ കഥാപാത്രം നമ്മുടെ കൂടെ തന്നെ പോരും. അല്ലെങ്കിൽ സത്യത്തിൽ അദ്ദേഹം ആരായിരുന്നു അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ ഇന്നോട് എന്ത് സംഭവിക്കുന്ന ഒരു കഥാപാത്രം തീർച്ചയായിട്ടും മുഖത്ത് വരുന്ന ഒരു നിസ്സഹായത അവസ്ഥക്ക് മികച്ച തന്നെ രീതിയിൽ തന്നെ നമ്മളെ പ്രകടമായി തോന്നുന്നുണ്ട്. ഷറഫുദ്ദീനാണെങ്കിലും മൗലപ്പോളാണ് തനിക്ക് കൊടുത്ത റോളുകൾ ഗംഭീരമാക്കി തന്നെ ചെയ്തു. അപ്പോൾ ലെവൽ ക്രോസിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഡീറ്റെയിലായി തന്നെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ ബൈ ഫ്രണ്ട്സ്.